ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമാറ്റുള്ള നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ പരസ്പരം പഴിചാരിക്കൊണ്ടിരുന്ന അനാമികയും നവ്യയോടും മുത്തച്ഛൻ പറഞ്ഞു, എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് തിരിച്ചറിയട്ടെ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചാൽ പോരെ. ആ സമയത്താണ് ആദർശ് അങ്ങോട്ടേക്ക് വന്നത്. ആദർശോട് എങ്ങനെയുണ്ട് ദേവയാനിക്കെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല. ആ പറച്ചിൽ തന്നെ എന്തോ കുഴപ്പമുണ്ടല്ലോ. നീ എന്നെ ഒളിക്കാനൊന്നും നോക്കണ്ട, ആശുപത്രിയിലേക്ക് വിളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഐസിയുലാണ്. ഇന്നലെ രാത്രി കുടിച്ച പാല് തന്നെയാണ് അമ്മയ്ക്ക് പ്രശ്നമായിട്ട് മാറിയത്, ഉഗ്രവിഷമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ രേവതിയും അനാമികയുടെ പരസ്പരം ഇങ്ങനെ നോക്കുക. അവർക്ക് എങ്ങനെയും രക്ഷപ്പെടണമല്ലോ. കണ്ടോ പാല് കുടിച്ചിട്ട് തന്നെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ആ പാല് അടുക്കളയിൽ കാച്ചി വെച്ചതേ ആദർശിൻ്റെ ഭാര്യ തന്നെയാണ്. അപ്പോഴേക്കും ആദർശ് ചോദിച്ചു, അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം എല്ലാം ചെയ്യുന്നത് അവൾ തന്നെയല്ലേ? അവൾ ഇതുവരെ ആർക്കും വിഷമൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ആദർശം കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ പാലിനകത്ത് വിഷം ചേർത്തവർ തന്നെയായിരിക്കും ഇപ്പോൾ ബാക്കിയുള്ളവരുടെ മേത്ത് പഴി ചാരുന്നത് എന്ന് നവ്യ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നവ്യയെ വ്യക്തമായ തെളിവില്ലാതെ ആരെ പ്രതിയാക്കരുതെന്ന് ഞാൻ പറഞ്ഞത് നിന്നോടും കൂടിയിട്ടാണ്. വീട്ടിലൊരാൾക്ക് ആപത്ത് വരുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തല്ല വേണ്ടത്. തളർന്നു പോയ ആൾ പഴയപടിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും നയനയും അച്ഛനൊക്കെ ഹോസ്പിറ്റലാണ്, ഞാൻ അവരുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആദർശ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ രേവതി പറഞ്ഞു, സാറേ, ഈ വീട്ടിൽ എൻ്റെ മോളുടെ ജീവിതം സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ എൻ്റെ മോൾക്കും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ പിന്നെ രേവതിക്ക് മോളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോക്കോ അനിയോട് ചോദിച്ചിട്ട്. ഇത് കേട്ട് ഞെട്ടിപ്പോയിട്ടോ. അയ്യോ, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഏതർത്ഥത്തിലായാലും അതിനൊക്കെ പ്രതിവിധി, ഈ പറച്ചിലിനൊക്കെ പ്രതിവിധി ഇത് തന്നെയുള്ളൂ. ഭയന്ന് നമ്മളെവിടെയും ജീവിക്കാൻ പാടില്ല. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, സോറി മുത്തച്ഛ, അമ്മയുടെ ഉള്ളിലെ ഭയം കൊണ്ട് പറഞ്ഞു പോയതാ. അല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്നത് നന്നായിട്ട് അനാമികയ്ക്കും രേവതിക്കും അറിയാം. അതുകൊണ്ട് ഒരു സോറിയൊക്കെ പറഞ്ഞിട്ട് അനാമികയും രേവതി എവിടെ നിന്ന് പോവാം. എന്തായാലും അനാമിക റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അനിയോട് പറയാണ്, ഹനി, എന്തായാലും നീ എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നീ സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്ന നിൻ്റെ ആ വല്യമ്മ ആശുപത്രിയിലാകാൻ കാരണമേ ഇവിടുത്തെ അവരുടെ മരുമകൾ തന്നെയാണ് പാലിൽ വിഷം കലർത്തിയത് അവളാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നീ അങ്ങനെ ചെയ്താലും നയനേടത്തെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നനി. ഓഹോ, എന്ത് പറഞ്ഞാലും എന്തിനാ നീ അവളെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? നീ പറയുന്നതിൽ കഴമ്പില്ലാത്തത് കൊണ്ട് തന്നെ. നീയും നിൻ്റെ അമ്മയും ഇവിടെ വന്നതിൽ പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. അതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പച്ചിയും വളഞ്ഞ വഴിയിലൂടെ പോകുന്നത് കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ നവ്യയുടെ സ്വഭാവം അത്ര പ്രശ്നത്തിലായിരുന്നു. ആ ഒരു സമയത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നീ വന്നതിന് ശേഷം അത് രൂക്ഷമായി. അതായത് നീ പറഞ്ഞു വരുന്നത് ഞങ്ങളാണ് തെറ്റുകാരെന്നാണോ? അതൊന്നും എനിക്കറിയില്ല. കാണാത്ത കാര്യങ്ങൾ ഒരിക്കലും ഞാൻ കണ്ടു എന്ന് പറയാറില്ല. പക്ഷേ ഏട്ടത്തെ കുറ്റപ്പെടുത്തിയാൽ അത് ഞാൻ സഹിച്ചു എന്ന് വരില്ല. സഹിക്കില്ല. അവൾ നിൻ്റെ കാമുകിയുടെ ചേച്ചിയല്ലേ? അതെ, നന്ദുവിൻ്റെ ചേച്ചിയാ. പക്ഷേ അതിലുപരി എൻ്റെ ഏട്ടത്തി അമ്മയാണ്. അങ്ങനെ ഞാൻ അവരെ കാണുന്നുണ്ടെങ്കിൽ വിളിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അർഹത അവർക്കുണ്ട്. അവർ ഈ വീട്ടിലുള്ളവർക്ക് നല്ല ഭക്ഷണം മാത്രമേ വെച്ച് വിളമ്പി കൊടുത്തിട്ടുള്ളൂ. അത് മുത്തശ്ശനും എൻ്റെ വല്യച്ഛനും ഒക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇവിടുത്തെ എല്ലാവർക്കും ഒരു പിരി പോയി കിടക്കുക. അപ്പോഴേക്കും അനി പറഞ്ഞു, നല്ല രീതിയിൽ പിരിപ്പോയ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, വേണു എന്നാ പേര്. ഓഹോ, നിൻ്റെ വീട്ടിലെ ആളുകളെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയല്ലേ? ഉറപ്പായിട്ടും പൊള്ളും. ഈ വീട്ടിൽ ആണായിട്ടും ആണത്തമില്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അഭിയ. ബാക്കി എല്ലാവരും നട്ടിലുള്ള ആണുങ്ങൾ തന്നെയാണ്, നന്മയുള്ളവരാ. അവരെ പറഞ്ഞാൽ ഞാനും തിരിച്ച് പറയും. എടാ, അടുക്കള കയറുന്നതും ഇവിടുത്തെ എല്ലാ കാര്യം ചെയ്യുന്നതും പാല് കാച്ചുന്നതും ഒക്കെ ഈ പറഞ്ഞ നിൻ്റെ ഏട്ടത്തിയാ. അപ്പം അവരല്ല യഥാർത്ഥ പ്രതി. അതെ, വഴക്കിലൂടെയാണ് നയനയിടത്തിയും ആദർശേട്ടനും പരിചയപ്പെട്ടത്. അവർ കല്യാണം കഴിഞ്ഞ ശേഷം ആ വഴക്ക് കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പം നയനയിടത്തിയെ ആദർശേട്ടൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം കുറുക്ക് വഴിയിലൂടെ ഏട്ടത്തി പിടിച്ചു വാങ്ങിച്ചതൊന്നുമല്ല, സ്വന്തം പ്രവൃത്തിയിലൂടെ ഏട്ടത്തി ഇടം നേടിയെടുത്തതാണ്. അങ്ങനെയുള്ള നയനയിടത്തിയെ നീ എന്നല്ല, ഞാനും ആദർശേട്ടനും ആരും സംശയിക്കില്ല, പ്രതിസ്ഥാനത്ത് നിർത്തില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സംശയിക്കുന്നവർക്ക് വെറുതെ വായിട്ടലച്ചോ, ഞങ്ങൾ ആരും അത് മൈൻഡ് ചെയ്യത്തില്ല. വായിലെ വെള്ളം വറ്റിക്കഴിയുമ്പോൾ അതങ്ങ് നിർത്തിക്കോളും. ഇതേ സമയം നവ്യയുടെ അമ്മ വിളിക്കുക. അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണാവോ വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുക കേട്ടോ. മോളെ, ഞാൻ ഇന്നലെ രാത്രി നിൻ്റെ അച്ഛനും ഞാനും ഒക്കെ സുഖമായിട്ട് കിടന്നുറങ്ങി. എന്ന് വെച്ചാൽ ഞങ്ങളുടെ 2 മരുമക്കളും ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ.
അല്ല നയനമോളെവിടെ? അത് പിന്നെ അവൾ അപ്പുറത്തുണ്ടമ്മേ. അല്ല ഞാൻ വിളിച്ചൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. അഭിമോനുണ്ടോ അടുത്ത്? ഇല്ല, പുറത്തേക്ക് പോയിരിക്കുക. എന്നാ ശരി മോളെ. നയനയുടെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല, പക്ഷെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറുന്നൊരു സ്വഭാവം നിനക്കുണ്ട്. നവ്യ മോളെ, ഇനി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഭർത്താവ് സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് അവനോട് സ്നേഹം കാണിക്കണം. ഇനി ഒരിക്കലും അവരുടെ സ്നേഹം നിങ്ങൾക്ക് രണ്ടുപേർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നയനയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല, പക്ഷെ നീ അങ്ങനെയല്ല. അതുകൊണ്ട് ചില നേരത്തെ നിൻ്റെ സ്വഭാവം പെട്ടെന്ന് അങ്ങോട്ട് മാറുക, അത് വേണ്ടെന്നാണ് അമ്മ പറയുന്നത്. അപ്പം നവ്യ പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ലാമേ. എന്താ മോളുടെ സംസാരത്തിലൊരു പതർച്ച പോലെ? ഒന്നുമില്ല, ഇപ്പം എഴുന്നേറ്റല്ലേ ഉള്ളൂ, അതിൻ്റെയാ. എന്നാൽ ശരി, കൂടുതൽ സമയമൊന്നും കിടന്ന് ഉറങ്ങരുത് ആവശ്യമില്ലാതെ. രാവിലെ എഴുന്നേറ്റും അഭിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. ഇപ്പം മോളുടെ അവസ്ഥയൊക്കെ അറിയാം, എന്നാലും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നൊക്കെ നീ കേൾക്കുന്നുണ്ടോ? ശരി അമ്മേ, എന്നാൽ ഞാൻ വെക്കട്ടെ, പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കോള് കട്ട് ചെയ്തു. ആ സമയത്താണ് പുറത്തു പോയ അഭി വന്നത്. ഇന്നലെ രാത്രി നിനക്ക് തരാനായിട്ട് പാല് കാച്ചി വെച്ചത് നയനേടത്തിയല്ലേ? ശരിക്കും എന്താ ചെയ്തതെന്നറിയോ? നിന്റെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ നിന്റെ ചേച്ചി നോക്കി. അപ്പോഴേക്ക് എന്താടാ നീ പറഞ്ഞു വരുന്നത്? അതായത് നിനക്ക് തരാൻ കാച്ചിയ പാലല്ലേ അമ്മായി എടുത്ത് കുടിച്ചത്? അതിനുശേഷം നയന എനിക്ക് പാല് കൊണ്ട് തന്നല്ലോ, അതിലൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. അത് അമ്മായി കുടിച്ച ശേഷം പകരം കാച്ചി വെച്ച പാലായിരിക്കും. അതിനു മുമ്പ് നിനക്ക് തരാൻ വെച്ചിരുന്ന പാലിലാണ് വിഷം കലർന്നത്. അപ്പോൾ ഒരിക്കലും നയന എൻ്റെ കുഞ്ഞിനെ കളയണമെന്ന് ചിന്തിക്കില്ല അഭി. അവളെക്കുറിച്ച് മുമ്പ് എനിക്ക് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവളുടെ ജീവിതം നന്നായി പോകുന്നതിനേക്കാളും എൻ്റെ ജീവിതം നന്നായി പോകണമെന്ന് ചിന്തിക്കുന്നവളവൾ. എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് അഭി പറഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നലെ നീ എന്നോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമായിട്ടാണോ? ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു, പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എനിക്കത് ദഹിച്ചിട്ടില്ല. അപ്പം നവ്യ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര പ്രതീക്ഷയിലാണ്. ഇന്നലെ രാത്രി അവർ സുഖമായിട്ട് കിടന്നുറങ്ങിയെന്നാണ് പറഞ്ഞത്, പക്ഷെ നമ്മുടെ ഉറക്കം പോയില്ലേ. ഇന്നലെ അമ്മായി ഹോസ്പിറ്റലായതോടെ ഇവിടെ ആരാ ഉറങ്ങിയത്? അപ്പോൾ അഭി, വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിക്ക് ഭർത്താവ് തരുന്നൊരു സ്നേഹത്തിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ പഴയ കാലമല്ല ഇന്നത്തെ കാലം. കല്യാണം കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ഭാര്യയും ഭർത്താവും തല്ലുകൂടുന്നത്. അവരുടെ പ്രണയം, അവരുടെ സ്നേഹം ഇതൊക്കെ നശിക്കുന്നത് ബന്ധുക്കളുടെ കാര്യം പറഞ്ഞിട്ടാണ്. അപ്പം നീ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത്? അതെ, ഞാൻ വിവാഹം കഴിഞ്ഞ ശേഷം ഒരിക്കൽ പോലും വീട്ടിലേക്ക് പോകണമെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അന്നൊക്കെ എനിക്ക് ഈ വീട് തന്നെയായിരുന്നു സ്വർഗം. കാരണം ഇത്രയും സുഖസൗകര്യങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല. എന്നാൽ നയനയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. അതിനുശേഷം നീ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു, എന്നെ പാർക്കിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചു. ഒരുപക്ഷെ എൻ്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം അതായിരിക്കും. കാരണം ആ കുഞ്ഞിൻ്റെ അമ്മ അത്രയ്ക്ക് ഇന്നലെ സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ദിവസമാണ് ഇന്നലെ എന്ന് അഭി ഇങ്ങനെ ഓർക്കുക. നീ എന്താ അഭി ഓർക്കുന്നത്? നീ വെറുതെ വേണ്ടാത്ത വർത്താനം പറഞ്ഞ് എൻ്റെ മൂഡ് കളയല്ലേ. അമ്മായി ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെ വേദനയാണ്. അപ്പോഴേക്കും എനിക്ക് സംശയമുണ്ട് അഭി, മനഃപൂർവ്വം അതിൽ വിഷം കലർത്തിയത് തന്നെയാണ്. അതെനിക്കാണ് വിഷം കലർത്തി വെച്ചതും ദിശ മാറിപ്പോയതാ. ഞാൻ കുടിക്കേണ്ട പാല് കുടിക്കാതിരുന്നത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടാണ്. അപ്പോഴേക്കും അഭി പറഞ്ഞു, നിൻ്റെ അനിയത്തിയെ ഒരു ഫ്രോഡാ. അവളുടെ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമല്ല. ആ വിരോധം വെച്ച് എൻ്റെ അമ്മായി അവൾ കിടത്തി. എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നും പറഞ്ഞിട്ട് അഭി ദേഷ്യപ്പെടുക. ശരിക്കും നവിക്ക് സങ്കടമായി. എന്തിൻ്റെ പേരിലായാലും മാറി അഭി വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ. നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ വന്നിരുന്ന സമയത്താണ് ജലജ വന്നിട്ട്, അച്ഛനും അമ്മയും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? ഒരുത്തൻ മലയ്ക്ക് പോകാനുള്ള വ്രതത്തിലാണ്. അവൻ്റെ ഭാര്യയും ഇതൊന്നും അറിയാത്ത പോലെ ഏത് നേരവും അവൻ്റെ ഒപ്പം കൊഞ്ചിക്കൊഴിയുക. അപ്പം നീ ഇതാരുടെ കാര്യം പറയുന്നത്? അയ്യോ, എൻ്റെ മോൻ്റെയും മരുമോളുടെയും കാര്യമാണ് പറഞ്ഞത്. അവനെ പറഞ്ഞ് തിരുത്താൻ നിനക്ക് കഴിയത്തില്ലേ? മോനോട് പറയാം, പക്ഷേ മരുമോളോട് പറ്റുമോ? അവളോട് എന്തെങ്കിലും പറഞ്ഞാലേ അവളെന്നാൽ തല്ലും. ഇതും കേട്ടുകൊണ്ട് അഭി ഇറങ്ങി വരുന്നത്. വരുന്നുണ്ട് രണ്ടും. അപ്പോഴേക്കും അഭിയും നവിയും കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, മോനെ, നിങ്ങൾ വ്രതം എടുക്കുമ്പോൾ അകലം പാലിക്കുന്നില്ല എന്ന് നിൻ്റെ അമ്മയ്ക്ക് നല്ല പരാതിയുണ്ടല്ലോ. അപ്പം നവി പറഞ്ഞു, ചില നേരത്തെ അത് മറന്നുപോയി എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. മാല ഇട്ടു വന്ന്. അപ്പോഴേക്കും ഉണ്ടല്ലോ ജലജ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇവൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്. അന്നേരം ഇവൻ സ്വാമിയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അത് സത്യം തന്നെയാണ്. അല്ല, മാല ഇട്ടവൻ ആ ബോധം വേണ്ടേ എന്ന് മുത്തശ്ശി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇവളെ ഞാൻ എന്നും മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. മാലയിട്ടതിന് ശേഷം
മാറ്റം വരുത്താമെന്ന് കരുതിയത് അതുകൊണ്ടാണ്. ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതെ വേണമല്ലോ മുത്തച്ഛ മല ചവിട്ടാൻ, അതാണ്. അതൊക്കെ നല്ല കാര്യം, പക്ഷേ ചില ചിട്ടകളൊക്കെ ഉണ്ട്, പാലിക്കണം. അപ്പം നവ്യ പറഞ്ഞു, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ മുന്നിൽ പോയി രണ്ടുപേരും കൂടെ മാപ്പ് പറ. നവ്യ പറഞ്ഞു, ശരി മുത്തശ്ശി എന്നും പറഞ്ഞ് നവ്യ മാപ്പ് പറയാനായിട്ട് അങ്ങ് പോവാണ്. നമ്മുടെ അഭിയാണേ അതിനൊന്നും നിന്നില്ല, നേരെ മുറിയിലേക്ക് കയറിപ്പോയി. ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, നയനെ അങ്ങനെ തന്നെയാണ് എന്ന് ജലജ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരെ ഇനി 2 മുറിയിലല്ലേ. 2 മുറി കിടന്നിട്ട് എന്താ കാര്യം, കൊഞ്ചിക്കൊഴേനൊക്കെ ഞാൻ കാണുന്നതാ. നീ പലതും കാണും, പ്രത്യേകിച്ച് നയനയുടെയും ആദർശിൻ്റെയും കാര്യത്തിൽ നീ പലതും കാണും. നവ്യ നയനയുടെ ചേച്ചിയാണ്, പക്ഷേ പക്വതയിൽ നയന തന്നെയാണ് ചേച്ചി. അതുകൊണ്ട് ആദർശിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. നീ നിൻ്റെ മകൻ്റെയും മരുമോളുടെയും കാര്യം നോക്കിയാൽ മതി എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയാം. ഇന്ന് എല്ലാത്തിനും തിരിച്ചടി കിട്ടുന്ന ദിവസമാണ്, നോക്കിക്കോ എന്ന് ജലജ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. ഇതേ സമയം നമ്മുടെ നയനയെ കാണാനായിട്ട് പുറത്തേക്ക് നവ്യ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നയനയോട് നവ്യ പറഞ്ഞു, നിന്നെയാണ് വീട്ടിലെല്ലാവരും സംശയിക്കുന്നത്. ആ സംശയത്തിന് ആക്കം കൂട്ടാനായിട്ട് കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ നയന പറഞ്ഞു, ഞാനല്ലാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ, പ്രതികൾ വേറെയുണ്ട്. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ പാല് കാച്ചി വെച്ചത് എനിക്ക് തരാൻ വേണ്ടിയിട്ടല്ലേ? അതല്ലേ ആദർശേട്ടൻ്റെ അമ്മ എടുത്ത് കുടിച്ചത്? ഒരുപക്ഷെ അവരത് കുടിച്ചില്ല എന്നിരിക്കട്ടെ, ഞാൻ കുടിക്കുമായിരുന്നില്ലേ? എൻ്റെ കുഞ്ഞു പോകുമായിരുന്നില്ലേ? ചേച്ചിക്ക് ആരെയാ സംശയം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സംശയം മൊത്തം എൻ്റെ ഭർത്താവിനെ അമ്മയമ്മയെ തന്നെയാണ്. അവന് ഇന്നലെ ഇല്ലാത്ത സ്നേഹം, ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ അവൻ ചെയ്തു. അതിന് ഇത്രയ്ക്കത് മാറ്റം ഉണ്ടാകാൻ മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ സ്നേഹത്തിന് മാറ്റം വന്നോ ഇന്ന്? ഇന്നലത്തെ സ്നേഹമൊന്നും ഇന്നില്ല. അതായത് ചേച്ചി വിഷം കഴിക്കുമെന്ന് കരുതിയിട്ടുള്ള സ്നേഹപ്രകടനമായിരുന്നു അതെന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നത്? അതിനാണ് സാധ്യത. അവരല്ല ഇത് ചെയ്തതെങ്കിൽ പിന്നെ സംശയിക്കേണ്ടത് അനാമികയും അവളുടെ അമ്മയാണ്. 2 ദിവസം മുമ്പ് അവർക്കിട്ട് പണി കൊടുത്തത് ഞാനാണല്ലോ. അതിൻ്റെ പ്രതികാരമാണോ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇതല്ല, ഇതിനപ്പുറം ചെയ്യും അഭിയുടെ അമ്മയൊക്കെ. അതുപോലെ തന്നെ അനാമികയും അവളുടെ വീട്ടുകാരും അത്ര നല്ല പുള്ളികളൊന്നും അല്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് എൻ്റെ നേരെയല്ലേ? നിന്നെ ആദർശേട്ടനും അച്ഛനും ഒന്നും സംശയമില്ലല്ലോ അല്ലേ? ഒട്ടുമില്ല. അല്ലെങ്കിലും ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനല്ലല്ലോ ഞാൻ പാല് കാച്ചി വെച്ചത്. അത് ഞാൻ പോലും അറിയാതെ എടുത്ത് കുടിച്ചതല്ലേ. പിന്നെ ഒരിക്കലും ഞാൻ വിഷം കലർന്ന പാല് ചേച്ചിക്ക് തരില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സത്യസന്ധമായിട്ട് വിലയിരുത്തുന്നവർ എന്നെ ഒരിക്കലും പ്രതിയായിട്ട് കാണില്ല. തെറ്റ് ചെയ്യുന്നവർ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് കഥയും ഉണ്ടാക്കും. ഇപ്പം അവരുടെ കഥയിലെ വില്ലത്തി നീയാ. ആരോ മനഃപൂർവ്വം ആ പാലിൽ വിഷം കലർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രതിയായിട്ട് കാണേണ്ടത് ദൈവങ്ങളെയാണ്. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? നിൻ്റെ യാത്ര മുടക്കി നിൻ്റെ സകല സന്തോഷവും തല്ലിക്കെടുത്തിയത് നിൻ്റെ അമ്മായിയമ്മയല്ലേ? ആ അമ്മായിയമ്മയ്ക്കിട്ട് ദൈവങ്ങൾ പണി കൊടുത്തതായിരിക്കാം. സ്വന്തം മകനെ കൊണ്ട് ഒരമ്മ വ്രതം എടുപ്പിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ അത്ര തെറ്റൊന്നും അല്ല ഇതവർ കരുതിക്കൂട്ടി ചെയ്തതാണല്ലോ. അതുകൊണ്ട് ദൈവം അവരെ പരീക്ഷിച്ചതാണോ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അമ്മ എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടെ തിരികെ വരണം, അല്ലെങ്കിൽ ആ വീടിൻ്റെ താളം തെറ്റിപ്പോവും ചേച്ചി. പിന്നെ ദേവയാനി ആ വീട്ടിനകത്ത് ചെണ്ട കൂട്ടുമല്ലേ താളം പിടിക്കാനായിട്ട്. എന്തായാലും നമ്മുടെ ഈ ഡോക്ടർ കുറച്ച് ടെൻഷനിലാണ്. ജേട്ടനോട് പറയാണ്, ആദർശിൻ്റെ അച്ഛനോട് പറയാണ്, അതേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എത്രയും പെട്ടെന്ന് ബ്ലഡ് മാറ്റണം, ബ്ലഡ് മാറ്റി വേറെ ബ്ലഡ് നൽകണം. ഡോക്ടർ, അത് കഴിഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല, ഇൻറ്റേർണൽ ഓർഗൻസിനെ വിഷം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കൃത്യസമയത്ത് കൊണ്ടുവന്നതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പറയാം. അല്ലെങ്കിൽ കിഡ്നിയും ലിവറും ഒക്കെ ഡാമേജ് ആയേനെ. ഇപ്പം തന്നെ ചില ചെറിയ കുഴപ്പങ്ങളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതാണല്ലോ ബ്ലഡ് മാറ്റണം എന്ന് പറഞ്ഞത്. എന്തായാലും മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുകയല്ലേ, പ്രാർത്ഥിക്കുക. അപ്പോൾ ദേവയാനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വീടിൻ്റെ മൊത്തത്തിലുള്ള താളം തെറ്റിക്കും. ഇപ്പം തന്നെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് എല്ലാവരും കടുത്ത വേദനയിലാണ്. അതിന് കൂടെ മറ്റൊരു ഷോക്ക് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ദേവയാനോട് ഞാൻ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്കറിയില്ല വിഷം എങ്ങനെയാണ് ഉള്ളിൽ ചെന്നതെന്ന്. അവരുടെ സംസാരത്തിൽ നിന്ന് സൂയിസൈഡിനുള്ള സാഹചര്യമൊന്നുമില്ല എന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. പിന്നെ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണ് എങ്കിൽ വീട്ടിൽ നിന്ന് വിശ്വസിച്ചെന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ പറ്റാത്ത അവസ്ഥ വരും. അത് വളരെ ദയനീയമാണ്. എന്തായാലും അനന്തപുരി തറവാടിൻ്റെ ഇമേജിന് കോട്ടം തട്ടുന്ന ഒരു വാർത്തകളും ഈ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു പോവില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. എന്തായാലും ശരി ഡോക്ടർ, ഞങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം സംഭവങ്ങളെ ഫേസ് ചെയ്യുന്നത്. അതിൻ്റെ ആഘാതം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദർശ് പറഞ്ഞു, ഡോക്ടർ അമ്മയുടെ കാര്യത്തിന് പേടിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഞാനിപ്പോൾ. ഇത് കേട്ട് ജയനും ആദർശും ഞെട്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സി യു അഗെയിൻ. താങ്ക് യു.